ഫ്രണ്ടിലേക്ക് നോക്കി എന്തെങ്കിലും കാണുന്നുണ്ടോ, വഴി കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ, ചെറിയൊരു ഇടുക്ക് വഴി പോലെയാണ്. ആ വഴിയിലൂടെയാണ് നമ്മൾ ഇനിയിപ്പോൾ പാസ് ചെയ്യാൻ പോകുന്നത്. ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഡിസ്കവറി ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കര ഇംഗ്ലീഷിൽ ഭയങ്കര തള്ളായിരിക്കും. തള്ളല്ല, സത്യം തന്നെയാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ആ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാലാപാനി സിനിമയിലെ പ്രഭു ചാടിപ്പോകില്ലേ ഒരു തുരുത്തിലേക്ക്, എന്നിട്ട് മോഹൻലാൽ ബാക്കിലൂടെ പോയിട്ട് അങ്ങോട്ട് പോവല്ലടാ എന്ന് പറയുന്നില്ലേ. തല പൊക്കാൻ പറ്റില്ല, പൊക്കാൻ സമയമായിട്ടില്ല, വിളിച്ചു പോക്കും. അപ്പം തോണിയിലിരുന്നിട്ട് ഞാൻ ചെറിയൊരു തോണി പാട്ട് പാടാട്ടോ. എനിക്ക് തോന്നുന്നു ബാക്കിലിരിക്കുന്ന ചേട്ടൻ ചിലപ്പോൾ ഈ പാട്ട് അറിയായിരിക്കും. കാരണം വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. മോഹൻലാലിൽ ഒരു സിനിമ ശിക്കാർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ ഇങ്ങനെ സാധനമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പുള്ളിക്കാരനകത്ത് ലോറി ഓടിക്കുന്നു. ശിക്കാർ ലോറി ഉണ്ടോ? പൊളിച്ച് സമ്മ കിടക്കി. ഇതിന്റെ വേരെന്ന് പറയാൻ മറ്റു മരങ്ങളുടെ കണക്കല്ല, എല്ലാം മോളിൽ നിന്ന് താപ്പോട്ട് എന്ന് വെള്ളത്തിൽ വന്ന് പതിയുക. ബാക്കിലേക്ക് നോക്കി കണ്ടോ, ഓരോരോ വഴികളുണ്ട്. പക്ഷെ ഏത് വഴിയിലൂടെയാണ് നമുക്ക് പോവാം. നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ സാമ്പ്രാണിക്കൊടി തുരുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്നത് മൺട്രോ തുരുത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് കിട്ടും, വള്ളത്തിലാണ് പോകുന്നത്. അതായത് തുഴഞ്ഞ് പോകുന്ന വെള്ളം. നമ്മുടെ ബാക്കിൽ കാണുന്ന ചേട്ടനാണ് ഇതിൻ്റെ സാരഥി കേട്ടോ. കുലുങ്ങുന്നുണ്ട്. സോ വലിയൊരു പങ്കായൊക്കെ എടുത്ത് ഇങ്ങനെ തുഴഞ്ഞ് നമ്മളിങ്ങനെ തുരുത്താട്ടോ. തുരുത്തെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചുറ്റും മരങ്ങളുടെ ഇടയിലൂടെ ചെറിയൊരു റൗണ്ട് പോലെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനകത്തൂടെ പോവും. പിന്നെ ചെറിയൊരു പാലമുണ്ട്, പാലത്തിന് അടിയിലൂടെ പോവും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക രസമുള്ള സംഭവമാണ്. മെയിനായിട്ട് ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിലാണ് കുറച്ചുകൂടി ബെറ്റർ. ചേട്ടാ എത്ര മണി വരെ ഇത് ലാസ്റ്റ് സമയമുള്ള ചേട്ടാ ഇവിടെ? ഇവിടെ 6:30. വൈകുന്നേരം 6:30 വരെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. സോ എന്തായാലും ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. അല്ല പക്രു ഉള്ളതുകൊണ്ടാണ് ഞാനിത് വരുന്നത്. കാരണം ഈ സ്ഥലങ്ങളൊന്നും എനിക്ക് അറിയില്ല. സോ പക്രുവാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നത്. അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ തുഴയാൻ തുടങ്ങി കേട്ടോ. ഞാനിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, അടിയിലായിട്ടൊക്കെ കുത്തി ഒരു തുഴച്ചൽ. തോണിയിലിരുന്നിട്ട് ഞാൻ ചെറിയൊരു തോണി പാട്ട് പാടാട്ടോ. എനിക്ക് തോന്നുന്നു ബാക്കിലിരിക്കുന്ന ചേട്ടൻ ചിലപ്പോൾ ഈ പാട്ട് അറിയായിരിക്കും. കാരണം വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. ചിത്തിരത്തോണിയിലക്കരെ പോകാം എത്തിടാമ പെണ്ണേ, ഇങ്ങനൊരു പാട്ടുണ്ട്. അതേത് സിനിമയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പ്രേം നസീറിൻ്റെയോ സത്യൻ്റെയോ അങ്ങനെ ആരുടെയെങ്കിലും സിനിമയായിരിക്കും. പഴയ കാലഘട്ടത്തെ പടമാണ്, സിനിമയാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണ്. സോ അപ്പോൾ ഈ വഞ്ചിയിൽ ഇരുന്നപ്പോൾ ആ തോണിയെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ പാടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മച്ചന്മാരത് ആ കാണുന്നതാണ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മരങ്ങളുണ്ട്. അതായത് ചേട്ടാ അത് കണ്ടൽ മരങ്ങളല്ലേ ഇതൊക്കെ? കണ്ടൽ മരം എന്നൊക്കെ പറയുന്ന സാധനമാണ്. അതിൻ്റെ കടയിൽ ഒരു ഗ്യാപ്പ് കണ്ടു. അതിൻ്റെ അടിയിലൂടെ ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ അങ്ങ് തുഴഞ്ഞങ്ങ് പോകുന്നതായിരിക്കും. അതൊരു സംഭവമാണ്. എന്താണ് ചേട്ടാ? മരം കൊണ്ടുള്ള ഒരു ആർച്ചാണ് കേട്ടോ. ശരി, ആർച്ച് രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വള്ളം പയ്യെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ കുറേ കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. എല്ലാ സർവീസും ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളമുണ്ട്, കയാക്കിങ്ങും ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ട്, എന്ത് വേണം, സ്പീഡ് ബോട്ട് ഉണ്ട്. അതുണ്ടോ ചേട്ടാ? സ്പീഡ് ബോട്ട് എല്ലാ സർവീസും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇവിടെ. ചൂസ് ചെയ്യാം, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചൂസ് ചെയ്യാം. ഇത് കണ്ടപ്പോൾ എനിക്ക് ആ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാലാപാനി സിനിമയിലെ പ്രഭു ചാടിപ്പോകില്ലേ ഒരു തുരുത്തിലേക്ക്, എന്നിട്ട് മോഹൻലാൽ ബാക്കിലൂടെ പോയിട്ട് അങ്ങോട്ട് പോവല്ലടാ എന്ന് പറയുന്നില്ലേ. സോ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരു ബോട്ട് വരുന്നുണ്ട്. ബോട്ടല്ല, ഒരു ശിക്കാർ വരുന്നുണ്ട്. സോ നമ്മളിതിൻ്റെ അടിയിലൂടെ പോകാൻ നിൽക്കുകയാണ്. വാവ്, എഴുന്നേറ്റ് നിൽക്കാം കേട്ടോ അതിൽ. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തുകൂടെ പോവാണ്. അപ്പോൾ നല്ലൊരു ചേഞ്ച് വന്നു കേട്ടോ. അത്ര നേരം അവിടെ വിളിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു വന്നു പോയി. സംഭവം പൊളിയല്ലേ. വാവ്, I enjoy it. സോ പുറത്തെത്തിയിട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. വിചാരിച്ചിൽ വെളിച്ചം വന്നത്, അതിനകത്ത് കുറച്ച് ഇരുട്ടാണ്. പുറത്ത് വന്നപ്പോൾ അതെ ശകലം വെളിച്ചം വന്നു. ഓപ്പോസിറ്റ് കണ്ടില്ലേ, ഒരു ശിക്കാർ വരുന്നുണ്ട്. മോഹൻലാലിൽ ഒരു സിനിമ ശിക്കാർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ ഇങ്ങനെ സാധനമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പുള്ളിക്കാരനകത്ത് ലോറി ഓടിക്കുന്നു. ശിക്കാർ ലോറി ഉണ്ടോ? ഇല്ലല്ലോ. കണ്ടൽ മരങ്ങൾ.
പണ്ട് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിരിക്കുന്നില്ല, കണ്ടൽ ചെടികൾ, കണ്ടൽ മരങ്ങൾ എന്നൊക്കെ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത് കേട്ടോ. ഞങ്ങളിത് ചേട്ടനെ ഉണ്ടല്ലോ, ഈ വഞ്ചിനെ നേരെ വള്ളത്തിന് നേരെ അതിൽ ആ കണ്ടൽ ചെടികളുടെ അവിടെ അടുപ്പിക്കുകയാണ്. നമ്മളെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ. ഞാനേ വീഡിയോ കാണിച്ചു തരാം, എൻ്റെ സെൽഫ് വീഡിയോ കാണിച്ചു തരാം. എൻ്റെ പൊന്നു ബാക്കിലേക്ക് നോക്കിയ ഫുൾ കാട് പോലെ തോന്നുന്നില്ല. കാട് പോലെയല്ല, ആക്ച്വലി ഒരു വലിയൊരു കാടാണ് സംഭവം പൊളിച്ചത്. കാരണം നമ്മുടെ വഞ്ചി നോക്കിയ വെള്ളം ശരിക്കും അതിന് ഫ്രണ്ടിലങ്ങ് മുട്ടി. ഇത് പൊളിച്ചു കേട്ടാ. ഇത് പൊളിച്ച് സമ്മ കിടുക്കി. ഇതാണ്ടാ ശരിക്കും കണ്ടൽ മരങ്ങൾ എന്ന് പറയുന്നത്, കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രാവശ്യമെങ്കിലും വരിക, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. അതൊരു നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു നിമിഷം തന്നെ ആയിരിക്കും. 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. ചുറ്റോട് ചുറ്റൊന്ന് കാണിക്കാം കേട്ടോ. വിത്ത് പക്രു സൂപ്പർ. മഴയുണ്ട്, അതാണ് ചെറിയൊരു ചെറിയ മഴയുണ്ട്, അതാണ് കൊടയും പിടിച്ച് നിൽക്കുന്നത്. സോ ഇനി നമുക്ക് ഒത്തിരി കാണാനുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി നമ്മൾ പാലത്തിന്റെ അടിയിലൂടെ പോകുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. സംഭവങ്ങൾ ഒരുപാടുണ്ട്, ആ ചേട്ടനെ അറിയത്തുള്ളൂ. ഇതിന്റെ വേരെന്ന് പറയാൻ മറ്റു മരങ്ങളുടെ കണക്കല്ല, എല്ലാം മോളിൽ നിന്ന് താപ്പോട്ട് എന്ന് വെള്ളത്തിൽ വന്ന് പതിയുക. ഈ വെള്ളത്തിൽ വന്ന് പതിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യം മുട്ടയിടുന്നു. അപ്പൊ ഈ ചുറ്റോട് ചുറ്റും ഒത്തിരി മീനുകൾ ഉണ്ടാവും അല്ലേ? അതെ, ഇതിനകത്ത് മറ്റ് മീൻ അങ്ങനെ വലിയ മീനൊന്നും ഇടിച്ചു കയറത്തില്ല, കണ്ടില്ലോ? അതിന്റെ ആ വേരിന്റെ അടുക്കി നിൽക്കുന്ന കണ്ടില്ലേ? അതിനകത്തായിരിക്കും കുറെ മീനുകൾ അല്ലേ? ഈ കരിമീനെല്ലാം മുട്ടയിടുന്നു. ഓക്കെ, അത് ഒരു വലിയ കാര്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മീൻ പിടുത്തം ഒന്നും അലൗഡ് അല്ലല്ലോ, അത് മീൻ പിടിക്കാൻ പറ്റില്ല അല്ലേ? പിടിക്കാൻ പറ്റില്ലേ? ഓക്കെ. We are going back the same way. നമ്മൾ നേരത്തെ ഇതിൽ കൂടെ അങ്ങോട്ട് പോയത്, അതിലൂടെ തിരിച്ചു പോകണ്ട കേട്ടോ. ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നാണ് വെളിയിലേക്ക് വന്നത്. ഇനി കാണാൻ പോകുന്ന ടാസ്ക് ഒരു വലിയൊരു ടാസ്ക്കാണ്. ആ കാണുന്ന പാലമില്ലേ, സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ പാലത്തിൻ്റെ അടിയിലൂടെ പോകണം. സോ ഞങ്ങൾ കുനിയാൻ പോവുകയാണ് കേട്ടോ. കുനിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എന്തായാലും കുനിയാതെ ഒരിക്കലും അതിനകത്തൂടെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിട്ട് വേണം അതിനകത്തൂടെ പോകാൻ. എത്രത്തോളം കുനിയണമെന്നുള്ളത് അതിന് ഫ്രണ്ടിലെത്തുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ കയാക്കിംഗ് ആണ് ആദ്യം പോകുന്നത്. ഇത് നമ്മുടെ വലിയ വെള്ളം കേട്ടോ, വലിയ വെള്ളമാണ് അതിനകത്തൂടെ കിടക്കുന്നത്. അത് കയാക്കിംഗ് ഒക്കെ ഈസി ആയിട്ട് പോകും. ഈ വെള്ളം വലുതാണ്, അപ്പോൾ കറക്റ്റായിട്ട് ആ ചേട്ടൻ തുഴയണം, എന്നാലേ അതിൻ്റെ അടിയിൽ കൂടെ കറക്റ്റായിട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ സൈഡ് മുട്ടും. പിന്നെ ചേട്ടൻ പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് പോകും. അവർ മുട്ടി കണ്ടോ, സൂം ചെയ്ത് കാണിച്ചാൽ അവർ മുട്ടി. അപ്പം അങ്ങനെ മുട്ടാൻ പാടില്ല. താഴ്ന്നോ? ആ അല്ലല്ലേ, നമുക്ക് കുനിയ. അപ്പൊ ഞങ്ങൾ കുനിഞ്ഞു കേട്ടോ, ഞങ്ങൾ കുനിഞ്ഞു കേട്ടോ. ഓക്കെ, തല പൊക്കാൻ പറ്റില്ല, പൊക്കാൻ സമയമായിട്ടില്ല, വെളിച്ചു പോന്നു. അപ്പൊ ഞങ്ങളതിൽ പുറത്തെത്തിയോ കേട്ടോ. പുറത്ത് കുറച്ചുകൂടി പോട്ടെ, എന്നിട്ട് പോകുക, അല്ലെങ്കിൽ തലയിടിക്കും. ഓക്കെ, ഞങ്ങളെത്തി കേട്ടോ. അതൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ആ ചേട്ടൻ ഇപ്പോഴാണ് പൊങ്ങിയത്. അവന്മാരെ നോക്കിയോ, ബാക്കിൽ വരുന്ന ആൾക്കാർ. നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ട് നോക്കിയാൽ പൊളിക്കണില്ലേ. അപ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ വന്നതിന് ശേഷം കാണുന്നത് മൊത്തം വലിയൊരു കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചുറ്റും കണ്ടൽക്കാടാണ്. നമ്മൾ നേരത്തെ പോയത് ഒരു ചെറിയൊരു ആർച്ചിൻ്റെ ഇടയിലൂടെ മാത്രമാണ്. പക്ഷേ ഇതങ്ങനെയല്ല, മൊത്തം ഒത്തിരി വഴികളുണ്ട് കേട്ടോ. ചെറിയ വഴികളാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കി എന്തെങ്കിലും കാണുന്നുണ്ടോ, വഴി കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ, ചെറിയൊരു ഇടുക്ക് വഴി പോലെയാണ്. ആ വഴിയിലൂടെയാണ് നമ്മൾ ഇനിയിപ്പോൾ പാസ് ചെയ്യാൻ പോകുന്നത്. ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ, ഡിസ്കവറി ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കര ഇംഗ്ലീഷിൽ ഭയങ്കര തള്ളായിരിക്കും. തള്ളല്ല, സത്യം തന്നെയാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കവറി ചാനലിൽ കണ്ടിരിക്കുന്ന ആ ഒരു
സംഭവങ്ങളൊക്കെ നേരിട്ട് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. ആ ഭാഗ്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് വരിക അല്ലേ? യെസ്, കൊല്ലത്ത് വരിക. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ചെറിയ ഘടകം ഇതും കൂടി ഉൾപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊളിച്ചുവിട്ടെ, നോക്കിയേ പച്ചപ്പ് കണ്ട സംഭവം പൊളിച്ചുവിട്ടാ. ഇതിലേതിലൂടെയാണ് നമ്മൾ പോകുന്നത്? വഴി നോക്കിയതാ. വാവ്, പൊളിച്ചില്ല മക്കളെ. നോക്കി ബാക്കിലേക്ക് നോക്കി കണ്ട, ഓരോരോ വഴികളുണ്ട്. പക്ഷെ ഏത് വഴിയിലൂടെയാണ് നമുക്ക് പോവാം? ഏത് വഴിയിലൂടെയും പോകാൻ പറ്റില്ല, അതിനൊരു വഴിയുണ്ട്, സ്ട്രെയിറ്റ് വഴിയുണ്ട്. ഈ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. കണ്ട ബാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയാണ്. ആ ചാറ്റൽ മഴ ഉള്ളത് കൊണ്ടാണ് ശരിക്കും എനിക്ക് കറക്റ്റായിട്ടൊന്നും പറയാൻ കിട്ടാത്തത്. കാരണം ക്യാമറ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്നാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെവിടെ ഒരു തെങ്ങുണ്ട്, നോക്കി തെങ്ങ്, മുട്ടത്തെങ്ങ്. തെങ്ങിനകത്തൊന്നുമില്ല. സംഭവം ഇതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സ്ഥലം സൈഡൊക്കെ കാണിച്ചു തരാം. ഇതാ സോ നമ്മൾ നേരെ വലിയൊരു എന്താ പറയുക സ്പേസ് ആയിട്ടുള്ളൊരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ വന്ന് നമ്മൾ തൊട്ട് ചെറിയ ഇടവഴികളിലുള്ള ആ വഴികളിലൂടെ നമ്മൾ പാസ് ചെയ്ത് വന്നത്. ഇപ്പോൾ വന്നപ്പോൾ കണ്ടില്ല, മൊത്തം വെള്ളമാണ്. വലിയൊരു സ്പേസിൽ എത്തിയപ്പോൾ വീണ്ടും നമ്മൾ ടേൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് പോവുകയാണ് കേട്ടോ. അതെ, യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ചേട്ടൻ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ഈ കണ്ടൽ ചെടികളിൻ്റെ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഈ വള്ളി പോലെ നിൽക്കുന്നുണ്ടല്ലോ, ഈ കിഴങ്ങ് പോലെ നിൽക്കുന്ന സാധനം, ഇതെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത് കേട്ടോ. താഴോട്ട് വന്ന് വെള്ളത്തിൻ്റെ അടിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, എത്ര മുകളിൽ പോയാലും താഴോട്ട് വരും, ഇതൊരിക്കലും മുകളിലേക്ക് പോകില്ല. അതാണ് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് സംഭവം കൊള്ളാട്ടോ. ഇത്ര നേരം യാത്ര ചെയ്തതിൽ ഈ ഒരു പ്രത്യേക രീതിയിലൊരു ചെടി ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ബാക്കിയെല്ലാം കണ്ടൽ ചെടികളാണ്. അതെ, മുള്ളു പോലെയുള്ളത്. അങ്ങനെ വീണ്ടും ചെറിയ ഒരു ഇടവഴിയിലൂടെ നമ്മൾ പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് ഇപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ, വളരെ കൂളായിട്ട് ക്വയറ്റായിട്ട് നമുക്ക് വീഡിയോ എടുത്ത് പോകാം. ഇവിടെ ഒരു വേഴാമ്പലല്ലോ, എന്തൊരു പക്ഷി, വേഴാമ്പലാണ്, കടൽ കാക്കിയോ, എന്തൊരു കാക്ക അവിടെ ഉണ്ട് കേട്ടോ. മഴ നനഞ്ഞ് നിൽക്കുകയാണ് കണ്ടോ. ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് വന്ന് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും മനസ്സിൽ സന്തോഷം നിലനിർത്തുന്ന ഒരു നിമിഷമായിരിക്കും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടേക്കൊക്കെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇതിലൂടെയൊക്കെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 700 രൂപയാട്ടോ. അതായത് ഒരു വള്ളത്തിൽ 7 പേരായാലും, ഒരാളായാലും, 2 ആളായാലും, 3 ആളായാലും 1 മണിക്കൂറാണ് അവർ നമ്മൾ മൊത്തം ചുറ്റി കാണിപ്പിക്കുന്നത്. അതിന് 700 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ്. ആ കാണുന്ന വളപ്പുണ്ടല്ലോ, വളപ്പിനകത്ത് കൊഞ്ചും കരിമീനും ഒക്കെ വളർത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇത്. കണ്ടോ, ഈ മരം കണ്ടോ, ഫുൾ അതിൻ്റെ വള്ളി മൊത്തം താഴോട്ടാണ്. പച്ചപ്പ് മാത്രം മുകളിൽ, ബാക്കിയൊക്കെ താഴോട്ടാണ്. നോക്കി സംഭവം പൊളിച്ചില്ലേ. ഇവിടെ നിന്നൊരു വള്ളം വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലല്ല, എൻ്റെ സെൻറ്ററിൽ 2 ഫോറിനേഴ്സ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൂടെ നമ്മൾ നേരത്തെ പോയത് കേട്ടോ. കണ്ടോ, ഈ ചേട്ടൻ ഇപ്പോഴാണ് അവിടെ നിന്ന് തല ബുക്ക് ചെയ്തത്. ഇതുപോലെയാണ് നമ്മളും പോയത്. അപ്പോൾ മച്ചാൻ പറയാം, ഞങ്ങൾ മൺട്രോ തുരുത്ത് ഏകദേശം ഒരു 3/4 മണിക്കൂർ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അവിടെ. കുറച്ച് ഒത്തിരി ഉണ്ട്, 1 മണിക്കൂറല്ല 2 മണിക്കൂർ ചുറ്റി നമ്മൾ കാണേണ്ട കാഴ്ചകളുണ്ട്. പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ട് തീർത്തിരിക്കുകയാണ് മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞ ഒരു തുരുത്ത്.
ഈ മൺട്രോ തുരുത്ത് എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ മൺട്രോയുടെ പേരിലാണ് സത്യം പറഞ്ഞാൽ ഇത് മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്നത്. പിന്നെ അത് മൺട്രോ തുരുത്തും എന്നറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും മൺട്രോ എന്നാണ്. സോ അത് മൺട്രോ തുരുത്തും എന്നറിയപ്പെടുന്നുണ്ട്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ കൊല്ലത്ത് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു കാഴ്ചകൾ കാണാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം വെച്ചാൽ നല്ലൊരു വൈബാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കിൽ നിന്ന് തുഴയുന്ന ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ്റെ പേരെങ്ങനെ ചേട്ടാ? എൻ്റെ പേര് രാജൻ. രാജൻ. സോ അപ്പോൾ രാജൻ ചേട്ടൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇരുന്നാൽ മതി. പക്ഷേ ആ ചേട്ടൻ ഇങ്ങനെ തുഴയെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമൊന്നുമല്ല. കാരണം 3/4 മണിക്കൂർ ഇങ്ങനെ കുത്തി ഇത്ര വലിയ വഞ്ചിനെ നമ്മളെ എല്ലാ സ്ഥലങ്ങളും ചുറ്റി കാണിക്കുന്ന പറയുന്നത് നിസ്സാരമല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാണ്, അയാളുടെ നേക്കറിയാം. എങ്കിലും കുറച്ച് പാടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ്. സോ എന്തായാലും നിങ്ങൾക്ക് പക്രു ഇവിടെ നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് കൊല്ലത്തുള്ള മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കാണാത്ത ആൾക്കാരെയൊക്കെ വീഡിയോ കണ്ട് രാജൻ ചേട്ടനെ സമീപിക്കട്ടെ. അപ്പോൾ നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.